പീഡിപ്പിച്ചെന്ന വീട്ടമ്മയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവും കോവളം എംഎൽഎയുമായ എം വിൻസെന്റ് അറസ്റ്റിൽ. എംഎൽഎ ഹോസ്റ്റലിൽ 3.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എംഎൽഎയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ഉച്ചയ്ക്ക് 12:40 നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഹരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എംഎൽഎ ഹോസ്റ്റലിലെത്തി വിൻസെന്റിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തെറ്റുകാരനല്ലെന്ന് എംഎൽഎ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും വീട്ടമ്മയുടെ മൊഴിയുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് എംഎൽഎ ഹോസ്റ്റലിൽ നിന്ന് എംഎൽഎയുടെ തന്നെ കാറിൽ വിൻസെന്റിനെ പേരൂർക്കട പോലീസ് ക്ലബ്ബിലെത്തിച്ചു. പോലീസ് ക്ലബ്ബിൽ വെച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റി. പിന്നീട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. വീട്ടമ്മയ്ക്ക് മാനസിക രോഗമാണെന്ന നിലപാടിലാണ് വിൻസെന്റ്. അക്കാര്യം പോലീസ് പരിശോധിക്കണമെന്ന ആവശ്യവും അന്വേഷണ സംഘത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം അറസ്റ്റിന് തൊട്ടുമുമ്പ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ എംഎൽഎ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സ്പീക്കറുടെ അനുമതിയില്ലാതെ വിൻസെന്റ് എംഎൽഎ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ ഒരു തടസ്സവുമില്ലായിരുന്നു. എംഎൽഎ ഹോസ്റ്റലിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനും മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അനുമതികളെല്ലാം വാങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് വിൻസെന്റിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജയ്സൽ ബാബുവിനും ഷൈജു ചാവശ്ശേരിക്കുമൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.